പോകുന്നത് ഇതുവരെ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ചെയ്തത് ഒരു ബോക്സിനകത്ത് ബോള് ബെഡ്സ് അല്ലേ ഇതൊക്കെ കിടക്കുന്നതാണ്. ഇതിനകത്ത് നമ്പരുമായിട്ടുള്ളൊരു കളികളാണ്, സാധ്യതകളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ നമുക്കറിയാം പ്രൈം നമ്പർ, ഈവൻ നമ്പർ, ഓഡ് നമ്പറൊക്കെ നമുക്കറിയാം അല്ലേ, ആൽജിബ്രയിൽ നമ്മൾ പഠിച്ച കാര്യം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പർ എന്താ? പ്രൈം നമ്പർ ഒന്നുകൊണ്ട് മാത്രം, അതായത് രണ്ട് ഫാക്ടറി കാണും അല്ലേ, രണ്ട് ഫാക്ടർ ഉള്ളതാണ് ഏത്? പ്രൈം നമ്പർ. ഇപ്പോ രണ്ടെടുത്താൽ രണ്ടിന് ഏതൊക്കെയുണ്ട് ഫാക്ടർ? 1 × 2. വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും കൊണ്ട് കിട്ടുമോ? ഇല്ല. 4 എടുത്താലോ 1 × 4 ഉണ്ട്, 2 × 2 ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഫാക്ടറുകൾ ഏതൊക്കെയുണ്ട്? ഇതിൽ ഫാക്ടറുകൾ ഏതൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ഇവർ ആരൊക്കെയുണ്ട്? 1 ഉം 2. ഇനി 5 എടുത്താലോ 1 × 5. അപ്പൊ 1 ഉം 5 അല്ലേ. 6 എടുത്താലോ 1 × 6 ഉണ്ട്, 2 × 3 ഉണ്ട്, പിന്നെ ഇത്രയല്ലേ ഉള്ളു. ഇവിടെ ഏതൊക്കെയുണ്ട് ഫാക്ടറുകള്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. കണ്ടോ? ഇനി 7 എടുത്താലോ 1 × 7. അവിടെ ആരുണ്ട് ഫാക്ടർ? 1 ഉം 7. അപ്പൊ രണ്ട് ഫാക്ടറുകൾ മാത്രമേ ആർക്ക് കാണൂ? പ്രൈം നമ്പറിന് കാണൂ. മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയേ, ഇതൊരു പ്രൈം നമ്പർ അല്ലേ, രണ്ട് ഫാക്ടർ അല്ലേ ഉള്ളു. ഇതൊരു പ്രൈം നമ്പർ അല്ലേ, രണ്ട് ഫാക്ടർ അല്ലേ ഉള്ളു. ഇതൊരു പ്രൈം നമ്പർ അല്ലേ, രണ്ട് ഫാക്ടർ അല്ലേ ഉള്ളു. അപ്പോ 2, 5, 7, പിന്നെ 8 ഉണ്ടോ? ഇല്ല. 9 വരുവോ? ഇല്ല. കാരണം എന്താ? 1 × 9 ഉണ്ട്, 3 × 3 ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് വരില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്പർ 11 വരും, 13 വരും, 14 വരില്ല, 15 വരുമോ? വരില്ല. കാരണം 3 × 5 ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ 1 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കിത് ഇൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 കൊണ്ട് ഇൻഡ് ചെയ്യാൻ വരും. മനസ്സിലായില്ലേ? രണ്ട് ഫാക്ടറേ കാണത്തുള്ളൂ. ഇങ്ങനെയുള്ളതാണ് ഏതെന്ന് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ചോദിച്ചാൽ ഏതാ? ഏറ്റവും ചെറുത് പ്രൈം നമ്പർ 2. അത് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു നമ്പറിൽ നിന്ന് എങ്ങനെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പഠിച്ച ആൽജിബ്രയും ഇതിനകത്തോട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആപ്ലിക്കബിൾ ആക്കി ഇതിനെ ചെയ്യാം. ഓക്കെ. ഇപ്പൊ 1, 2, 3, 4 ഇവിടെ മുതല് 100 വരെ, 1 മുതൽ 100 വരെ ഉള്ളതിൽ ഈവൻ നമ്പറുകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈവൻ നമ്പറുകൾ എത്രയുണ്ട്? അപ്പൊ ഇതിനകത്തുള്ള ഈവൻ നമ്പർ തുടങ്ങുന്ന എവിടെ നിന്നാ? അപ്പൊ ഞാൻ പറയാം, ഇത് നാച്ചുറൽ നമ്പർ അല്ലേ. 1, 2, 3, 4 മുതൽ 100 വരെ നാച്ചുറൽ നമ്പറാണ്. ഇതിൽ നിന്നൊരു ഈവൻ നമ്പറുകൾ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഈവൻ നമ്പർ തുടങ്ങുന്ന എവിടുന്നാ? 2, 4, 6 മുതൽ എവിടം വരെ? 100 വരെ. ഇതിൽ നിന്ന് എത്ര ഈവൻ നമ്പർ? നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാൻ നമ്മളെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്തുവാ നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്താ? xn - x1/d + 1. xn എന്ന് പറഞ്ഞ ആരാ? 100. x1 എന്ന് പറഞ്ഞ ആരാ? 2. d കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 2 കുറയ്ക്കണം അല്ലേ. ഇതെല്ലാം എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ടേം കിട്ടും. ഇവിടെ xn കൊടുത്താൽ 100 - 2/2 + 1 is equal to 98/2 + 1. 98ന്റെ പകുതി എത്ര? 49 അല്ലേ. +1 is equal to 50. ഇപ്പൊ നമ്പർ ഓഫ് ടേം എന്ന് പറയുന്നത് 2 മുതൽ, അതായത് ഇതിനകത്തുള്ള, അതായത് 1 മുതൽ 100 വരെയുള്ള ഒരു നമ്പറിൽ ഈവൻ നമ്പറുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയുണ്ട്? 50 എണ്ണം. മനസ്സിലായോ? ഓഡ് നമ്പർ എത്ര ആയിരിക്കും? 50. ഇതേപോലെ ഏതിന്റെ ഇടയ്ക്കുള്ള നമ്പർ, ഇപ്പൊ 1 മുതൽ 20 വരെ ഉള്ളത് എത്ര ഈവൻ നമ്പർ ഉണ്ടെന്ന് നോക്കിയാൽ നമ്മൾ ഏത് കണ്ടുപിടിച്ചാൽ മതി. ഇതേപോലെ 2, 4 എഴുതുക, 20 വരെ ഉള്ളത് എഴുതുക, അതിനകത്തുള്ള എത്രയാണെന്ന് നോക്കുക, നമുക്ക് കിട്ടും.
മനസ്സിലായോ? ഇതേപോലുള്ള ഓരോന്നും ഓഡ് നമ്പർ ആണെങ്കിലോ അത് കുറച്ചാൽ മതി. മനസ്സിലായോ? ഇതേപോലെ ഓഡ് നമ്പർ ആണെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിലും. ഇനി പ്രൈം നമ്പറുകൾ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാലോ, പ്രൈം നമ്പറുകൾ അത് എഴുതി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ഏതൊക്കെയാണ് അതിനകത്തുള്ള പ്രൈം നമ്പർ? മനസ്സിലായോ? ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇൻ ഈച്ച് ഓഫ് ദി പ്രോബ്ലം ബിലോ കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഡെസിമൽ ഫോം ആൻഡ് എസ് എ പെർസെന്റേജ്. തന്നിരിക്കുന്ന ഓരോ പ്രോബ്ലംസും കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി, അതിന്റെ പ്രോബബിലിറ്റി കാണുക, ഫ്രാക്ഷനിൽ കാണുക, ആൻഡ് ദെൻ റൈറ്റ് ഇൻ ഡെസിമൽ ഫോം. ഫ്രാക്ഷനിൽ കണ്ട് ഡെസിമൽ ഫോമിലോട്ട് ആൻഡ് എസ് എ പെർസെന്റേജ്, എന്നിട്ടോ പെർസെന്റേജിലോട്ട് മാറ്റണം. ഫ്രാക്ഷൻ കാണണം, ഡെസിമൽ കാണണം, എന്നിട്ട് പെർസെന്റേജിലോട്ട് കാണണം. 1, 2, 3, 10 വരെ ഉണ്ട്. ഇത് chosen what is the probability that is a prime number. ഇതിനകത്ത് പ്രൈം നമ്പർ എടുക്കാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി എത്രയാണ്? പ്രൈം നമ്പർ എന്താ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഏതാ ഇതിനകത്തുള്ള പ്രൈം നമ്പർ? ഏതൊക്കെയാ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. 8, 9 ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം നമ്പർ എത്രയാ? 1, 2, 3, 4 എണ്ണം. ടോട്ടൽ നമ്പേഴ്സ് എത്രയുണ്ട്? ടോട്ടൽ നമ്പേഴ്സ് 1 മുതൽ 10 വരെ 10. ഇനി എന്താ നമുക്ക് കിട്ടേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ. ഇങ്ങനെ എഴുതണം കേട്ടോ. എത്രയാണ്? 4/10. 10 തന്നെ കിടക്കുക. അപ്പൊ പിന്നെ ഡെസിമൽ എഴുതാൻ എളുപ്പമാണ് അല്ലേ? എങ്ങനെയാണ് ഡെസിമലിലോട്ട് എഴുതുന്നത്? 0.4. ഒരു 0 ആണെങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുക. 2 0 ആണെങ്കിലോ 2 പ്ലേസ് മാറ്റി ഇങ്ങോട്ട്. എങ്ങോട്ടാ? ലെഫ്റ്റിലേക്ക് കേട്ടോ. ഡിവിഷൻ നടത്തുമ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക്, മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ റൈറ്റിലേക്കും കൊടുക്കണം. ഓരോ 0-ത്തിനനുസരിച്ച്, 0-ക്ക് അനുസരിച്ച്. അപ്പൊ ഡെസിമൽ പോയിന്റ് ആയി. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഫ്രാക്ഷനായി, ഡെസിമലായി. ഇനി എന്ത് കിട്ടണം? പെർസെന്റേജ് കിട്ടണം. അതെങ്ങനെയാന്ന് നോക്കിയേ. ഈ 4/10 തന്നെ 4/10 അതേപോലെ എഴുതുക, ഇൻറ്റു 100 കൊടുക്കുക, ഇൻറ്റു 100. ഇവിടെ 0 ഇല്ലേ? ഇവിടെ 0 ഇല്ലേ? ബാക്കി എത്രയുണ്ട്? 4 × 10. 4 × 10 എത്ര? 40%. ഇങ്ങനെ കൊടുക്കണം. ആൻസറായി. ക്ലിയർ ആയില്ലേ? ഇതേപോലെയാണ് എഴുതുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, 1 നമ്പർ ഫ്രം 1 to 300 is chosen. What is the probability that is 2-digit number? ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-digit നമ്പർ എത്രയായിരിക്കും, അതിന്റെ പ്രോബബിലിറ്റി എത്രയായിരിക്കും? അപ്പൊ ഇതിനകത്ത് നിന്ന് 2-digit നമ്പർ എടുക്കണം. 1 മുതൽ 100 വരെയുള്ള നമ്പർ ഉണ്ട്. 2-digit നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ 2-digit കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കുക? 2-digit നമ്പർ തുടങ്ങണ എവിടെ നിന്നാ? 10, അടുത്തത് 11, അടുത്തത് 12, എവിടം വരെ പോവും? 99 വരെ. അപ്പൊ ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ കണ്ടാ പോരെ? 1 മുതൽ 100 വരെ ഉള്ളതിൽ എത്ര 2-digit നമ്പർ ഉണ്ട്? അത് മനസ്സിലാക്കാൻ 2-digit നമ്പർ തുടങ്ങുന്നത് 10, 11, 12 മുതൽ 99 വരെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്? x1 ഉണ്ട്. x1 എത്ര? 10. xn ഉണ്ട്. xn എത്ര? 99. ഇനി കോമൺ ഡിഫറൻസ് എത്ര? 11 - 10 1. ഇനി നമ്മളുടെ ഇക്വേഷൻ എന്തല്ലോ? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ xn - x1/d +1. xn എന്ന് പറഞ്ഞാൽ എത്രയാണ്? 99 - 1 അല്ലല്ലോ, 10/1 +1. 99 ൽ നിന്ന് 10 കുറച്ചാൽ 89/1 89 +1 90. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഇത് മൊത്തം 90 എണ്ണം ഉണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് എന്ത് കിട്ടണം? ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പർ അല്ലേ? ടോട്ടൽ 2-digit നമ്പർ.
എത്ര എണ്ണം ഉണ്ട്? 90. പിന്നെ ടോട്ടൽ നമ്പർ എത്രയുണ്ട്? ടോട്ടൽ നമ്പേഴ്സ് 100. 1 to 100. ഇനി എന്താ കിട്ടേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഡിജിറ്റ് നമ്പർ എത്ര വരും? ചാൻസ് ആദ്യം എഴുതുന്നത്. ചാൻസ് എത്ര? 2 ഡിജിറ്റ് നമ്പർ എത്രയാ? 90 ബൈ ടോട്ടൽ നമ്പർ എത്ര? 100. 0 കട്ട് ചെയ്ത് പോയി 9/10. ഫ്രാക്ഷൻ ആയില്ലേ? ഇപ്പൊ ഡെസിമൽ ഫോം അറിയാമല്ലോ എന്താണ്? എന്താ വരും? 0.9. ഇനി ഫ്രാക്ഷൻ പെർസെന്റേജ് എത്രയാ? 9/10 into 100. 0 വെട്ടിപ്പോയി 90%. അപ്പോ ഒരു 1 മുതൽ 100 വരെയുള്ള നമ്പർ എടുത്ത് അതിനകത്ത് 2 ഡിജിറ്റ് നമ്പർ പറയാൻ എത്ര ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 90% 2 ഡിജിറ്റ് നമ്പർ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ ചെയ്യുന്നത്? ക്ലിയർ അല്ലേ ഇത്? എവരി 3 ഡിജിറ്റ് നമ്പർ is written in a slip of paper. 3 ഡിജിറ്റ് നമ്പർ എഴുതുക ഓരോ സ്ലിപ്പ് ഓഫ് പേപ്പറിലും. ആൻഡ് ഓൾ സ്ലിപ്സ് ആർ പുട്ട് ഇൻ എ ബോക്സ്. ഇനി എല്ലാ സ്ലിപ്പും എടുത്ത് ഒരു ബോക്സിൽ ഇടുക. വൺ സ്ലിപ്പ് ഇസ് ഡ്രോൺ. അതിൽ ഒരെണ്ണം എടുത്താൽ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇസ് പാലിൻഡ്രോം? അതിൽ ഒരെണ്ണം പാലിൻഡ്രോം ആകാനുള്ള ചാൻസ് എത്രയാണ്? അപ്പൊ പാലിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാലിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ എഴുതിയാൽ ആ നമ്പറിനെ തിരിച്ചു പറഞ്ഞാലും അതേ നമ്പർ തന്നെ ആയിരിക്കും. ഇപ്പൊ 101 തിരിച്ചു പറഞ്ഞാലോ 101. 202 തിരിച്ചു പറഞ്ഞാലോ 202. കണ്ടോ? 3 ഡിജിറ്റ് നമ്പറല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. മനസ്സിലായോ? ഇങ്ങനെയുള്ള നമ്പറാണ് ഏതെന്ന് പറയുന്നത്. 303 പറഞ്ഞാലോ തിരിച്ചു പറഞ്ഞേ 303. ക്ലിയർ അല്ലേ? അതായത് നമ്പറുകളെ തിരിച്ചു പറഞ്ഞാൽ അതേ നമ്പർ തന്നെ കിട്ടുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പാലിൻഡ്രോം എന്ന് വിളിക്കുന്നത്. അപ്പൊ 111 പറഞ്ഞാലോ 111 തിരിച്ചു പറഞ്ഞേ 111 അല്ലേ? അപ്പൊ ഇതേപോലുള്ള നമ്പറുകളാണ് ഏത്? പാലിൻഡ്രോം നമ്പർ. അത് എത്ര എണ്ണം ഉണ്ട്? അപ്പൊ അതിന്റെ ചാൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലല്ലേ അതിന്റെ ചാൻസ് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക്, അല്ലേ? അതിനൊരു കാര്യം. അപ്പൊ ആദ്യം 3 ഡിജിറ്റ് നമ്പർ തുടങ്ങുന്ന എവിടെ നിന്നാ? 100, 101 ഇങ്ങനെ തുടങ്ങി എവിടം വരെ ഉണ്ട്? 999 വരെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കുള്ള പാലിൻഡ്രോം എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കി, ഇതിന് ഞാൻ ഈ 101 എടുക്കുവാണേ. 101ന് 1ന് പകരം ഞാൻ എ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നടുക്കത്തേന് ബി. വീണ്ടും ഇവിടെ എന്ത് തന്നെ വരും? സി വരുവോ? ഇല്ല. കാരണം എന്താ? അതേ നമ്പർ തന്നെ ആവർത്തിക്കുമല്ലേ, അല്ലേ? ഇവിടെ ഇപ്പൊ 202 എടുത്താലും എങ്ങനെ എഴുതുന്ന നമ്മള്? എ ബി എ. അങ്ങനെ പാലിൻഡ്രോം നമ്പറിനെ ഏതിനെ എടുത്താലും അതില് 1ഉം 2ഉം നമ്പറുകൾ എ ബിയും, മൂന്നാമത്തെ നമ്പർ ഒന്നാമത്തെ നമ്പറിന് സാമ്യവുമായിരിക്കും. എങ്കിലല്ലേ അതെന്താവൂ? പാലിൻഡ്രോം ആകൂ. ഈ പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മള് ഇവിടെ ഈ ഭാഗം, ഈ എ ഭാഗം ഉണ്ടല്ലോ, എ ഭാഗം നമുക്ക് 0 കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ 0 1 എന്നായി പോകും, അല്ലേ? ഇപ്പൊ 101 എഴുതി അങ്ങനെയല്ലേ ആവത്തുള്ളൂ. ഇപ്പൊ 202 എഴുതിയാലോ 0. അപ്പൊ 111 എഴുതി എങ്ങനെ മാറും? 011. അപ്പൊ കിട്ടുമോ അങ്ങനെ? 011 എന്ന് പറയുന്ന ഒരു 3 ഡിജിറ്റ് നമ്പർ ഉണ്ടോ? 011 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? 11 എന്നല്ലേ പറയൂ. പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയാ? അപ്പം എന്തായാലും എക്ക് എന്ത് കൊടുക്കത്തില്ല നമ്മള്? 0 കൊടുക്കത്തില്ല. അപ്പൊ എയിൽ വരാനുള്ള ചാൻസ് എത്രയുണ്ട്? ഏതൊക്കെ നമ്പറുകളാണ് വരാൻ ചാൻസ് എയില്? 1 മുതൽ 9 വരെ. 10 കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ എക്ക് എവിടം വരെ വരാൻ ചാൻസ് ഉണ്ട്? 1 മുതൽ 9 വരെ. പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? ബിയുടെ സ്ഥാനത്ത് ആരൊക്കെ വരാം? ബിയുടെ സ്ഥാനത്ത് 0 മുതൽ 0 to 9 വരെ. ഈ പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? അല്ലേ? ഇത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ഒരു 101 എന്ന് പറഞ്ഞൊരു നമ്പറിനെ എടുത്താൽ എ ബി, വീണ്ടും മൂന്നാമത്തെ ഡിജിറ്റ് വരുന്നത് എ തന്നെയാണ്. അതുകൊണ്ട് എ ബി എ എന്ന് എടുക്കുന്നു. ക്ലിയർ? ഈ പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? ഇതിൽ ഒന്നാമത്തെ നമ്പർ ഇപ്പൊ എക്ക് പകരം നമുക്ക് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ കിട്ടുമോ? ഒരു 3 ഡിജിറ്റ് നമ്പർ കിട്ടില്ല. കാരണം ഇവിടെ തന്നെ കൊടുത്താൽ 0 0 1 പോകും. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ വിളിക്കുക? 0 0 1 എന്ന് പറഞ്ഞ 3 ഡിജിറ്റ് നമ്പർ ആണോ? അല്ല, 1 എന്നല്ലേ പറയൂ.
അപ്പൊ 111 കൊടുത്താൽ നമ്മൾ എന്താ പറയാ? 11 പറയൂ. അപ്പൊ ഒരിക്കലും എയിൽ എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? 0 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എവിടം വരെയുള്ള ഡിജിറ്റ് കൊടുക്കാൻ പറ്റും? 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റേ കൊടുക്കാൻ പറ്റും. എങ്കിലും അവിടെ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും. സെറ്റ് അല്ലേ? ബി എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം അല്ലേ? 0 മുതൽ 9 വരെയുള്ള ഏത് നമ്പരും കൊടുക്കാം. പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? അപ്പൊ ഇവിടെ എത്ര, ഈ 1 മുതൽ 9 വരെ എത്ര നമ്പർ ഉണ്ട് മൊത്തം? 9 നമ്പർ. എത്ര ഉണ്ട്? 9 ഡിജിറ്റ് അല്ലേ ഇവിടെ? ഇനി 0 to 9 വരെയോ? 10 ഡിജിറ്റ്. സെറ്റ് അല്ലേ പറഞ്ഞ കാര്യം? ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ഇൻറ്റു ചെയ്തേ. 9 into 10 എത്ര വരും? 90. അപ്പൊ മൊത്തം പാലിൻഡ്രോം എത്ര എണ്ണം കിട്ടും ഇതിന്റെ ഇടയ്ക്കുള്ളത്? 90. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? നമുക്ക് അതേപോലെ 90 എണ്ണം ഇതിന്റെ ഇടയ്ക്കുണ്ട്. സെറ്റല്ലേ എഴുതിയ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ടോട്ടൽ പാലിൻഡ്രോം എത്രയുണ്ട്? 90. ടോട്ടൽ നമ്പേഴ്സിന് എത്രയുണ്ട്? ടോട്ടൽ നമ്പേഴ്സ് 100 മുതൽ 99 വരെ എന്ത് ചെയ്താൽ മതി? നമ്മളെ നമ്പർ ചെയ്താൽ മതി അല്ലേ? ഏതാ? xn മൈനസ് x1/d+1 ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം 100 മുതൽ 999 വരെ എത്ര നമ്പർ ഉണ്ട് മൊത്തം? 900 നമ്പർ, 900 നമ്പർ. ഇത് അറിഞ്ഞൂടാത്ത കുഞ്ഞുങ്ങൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് ഇട്ട് ചെയ്യാം. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ 100 മുതൽ 99 വരെ എത്ര നമ്പർ ഉണ്ട്? 900 നമ്പർ അല്ലേ? 10 മുതൽ 99 വരെ എത്ര നമ്പർ ഉണ്ട്? 90 നമ്പർ. അതേപോലെ ഇപ്പൊ 100ന് ഇതിനകത്ത് തൊട്ടടുത്തുള്ള നമ്പർ 1 അല്ലേ? 1000 അല്ലേ? 1 കൂട്ടുക, അപ്പൊ എന്ത് വരും? 1000 വരും. 1000ൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 900. അതെടുത്താൽ മതി. മനസ്സിലായോ ഇപ്പം പറഞ്ഞാൽ? അപ്പൊ ടോട്ടൽ നമ്പർ. ഇനി എന്താ കിട്ടുക നമുക്ക്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പാലിൻഡ്രോം അല്ലേ? എത്രയാ? 90/900. കട്ട് ചെയ്ത് പോകുമ്പോ എന്ത് വരും? 9/90. 9/90 എന്ന് പറഞ്ഞാൽ എത്രയാ? 9 ഒരു പ്രാവശ്യം, 90 എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം അല്ലേ? 9 ഉണ്ട്. അപ്പൊ ആൻസർ എത്ര കിട്ടി? 1/10. ഡെസിമലിലോ? 0.1. 100 എടുത്താലോ? ഇൻറ്റു 100. 0 കട്ട് ചെയ്ത് പോയാൽ 10%. എത്ര പെർസെന്റേജ് ഉണ്ട് അതിന് എടുത്തു കഴിഞ്ഞാൽ? 10% ഉള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞാൽ? എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ, ഒരാൾ ചോദിക്കുകയാണ് 2 ഡിജിറ്റ് നമ്പർ, ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇസ് പെർഫെക്റ്റ് സ്ക്വയർ? അതിൽ പെർഫെക്റ്റ് സ്ക്വയർ വരാനുള്ള ചാൻസ് എന്താണ്? എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ. ഇതിനെല്ലാം എന്താ വിളിക്കുക? പെർഫെക്റ്റ് സ്ക്വയർ എന്നാ വിളിക്കുന്നത്. ഇതിനെല്ലാം എന്തെന്ന് വിളിക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ. കേട്ടാ? ഇതെല്ലാം അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഒരു 2 ഡിജിറ്റ് നമ്പർ തുടങ്ങുന്ന എവിടുന്നാ? 10, 11 മുതൽ എവിടം വരെ? 99 വരെ. ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയറുകൾ, അതായത് ഈ പറഞ്ഞ പെർഫെക്റ്റ് സ്ക്വയറുകൾ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ 4, 9, 16, 25, 6ന്റെയോ 36, 7ന്റെയോ 49, 8ന്റെയോ 64, 9ന്റെയോ 81. ഇത്രയല്ലേ ഉള്ളു. എത്ര എണ്ണം ഉണ്ട്? അപ്പോ 3, 4, 5, 6, 7, 8 എണ്ണം. അപ്പൊ ടോട്ടൽ പെർഫെക്റ്റ് സ്ക്വയർ എത്രയുണ്ട്? ടോട്ടൽ പെർഫെക്റ്റ് സ്ക്വയർ എത്രയുണ്ട്? 8 എണ്ണം. 8 എണ്ണം ഇല്ലേ? 9 എണ്ണം ഉണ്ട്. 6 എണ്ണം. എന്താ കാര്യം? 2 ഡിജിറ്റ് നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 ഡിജിറ്റ് എവിടം തൊട്ടാ തുടങ്ങുന്നത്? ഇവിടം തൊട്ട്. കണ്ടോ? തെറ്റുന്ന കണ്ടോ? 1, 2, 3, 4, 5, 6 എണ്ണവേ ഉള്ളൂ ടോട്ടൽ പെർഫെക്റ്റ് സ്ക്വയർ. കാരണം 2 ഡിജിറ്റ് നമ്പരാ പറയുന്നത്. മനസ്സിലായ? ഒരാൾ പറഞ്ഞെന്താ? 2 ഡിജിറ്റ് നമ്പർ പറയാനാ പറയുന്നത്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ തെറ്റിദ്ധാരണകള്, സംശയങ്ങള്, മനസ്സിലായില്ലേ? ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല, വഴിതിരിച്ചു വിടും. അതുകൊണ്ട്
ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, 2 ഡിജിറ്റ് നമ്പറാ പറഞ്ഞത്. 2 ഡിജിറ്റ് നമ്പറിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയറുകളുടെ എണ്ണം എത്രണ്ണമാണ്? 6. ഇനി ടോട്ടൽ നമ്പർ എത്രയുണ്ട്? ടോട്ടൽ നമ്പർ 2 ഡിജിറ്റ് നമ്പർ എത്രയുണ്ട്? 90. എത്രയുണ്ട്? 850 1 കൂട്ടുമ്പോ എത്ര വരും? 100. 100 10 കുറച്ചാൽ 90. മനസ്സിലായോ? ഇനി എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ എത്രയുണ്ട്? 6/90. 6/90. കൊടുക്കാൻ പറ്റുമോ? 3 കൊണ്ട് പറ്റുമല്ലോ. 2നെ 3 കൊണ്ട് ഡിവിഷൻ നടത്തിക്കൂടെ? എത്ര കിട്ടും? 2/30. വീണ്ടും പറ്റുമല്ലോ. 2ല് ഒരു പ്രാവശ്യം 15. 1/15. ആൻസർ എത്ര കിട്ടി? അപ്പൊ ഒരു 15 എണ്ണം പറഞ്ഞാൽ അതിലൊരെണ്ണം എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ അല്ലേ?